രമേശ് ചെന്നിത്തലയുടെ തൂഫാൻ അങ്ങ് എല്ലാ ജില്ലകളിലേക്കും വ്യാപിച്ച് നല്ല രീതിയിൽ തന്നെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഈ അനസ്തേഷ്യ ടെക്നീഷ്യൻ ഇവർ 3 അവരെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇവർ പറഞ്ഞിട്ടുള്ളൊരു മൊഴി എന്ന് പറയുന്നത് ഉറക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ MDMA യൂസ് ചെയ്തത്. ഈ മെഡിക്കൽ സർവീസിലൊക്കെ ഇങ്ങനെ ഉറക്കമൊഴിച്ചുള്ള ജോലികളിൽ ഏർപ്പെടുന്നവർക്ക് പ്രധാന ഒരു വിഷയമാണ് ഈ സ്ട്രെസ്സ്, ആൻസൈറ്റി ഇതിനൊക്കെയാണ് കൂടുതലായിട്ടും ലഹരി ഇവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു മൊഴി നോക്കുകയാണെങ്കിൽ തന്നെ ഇത്തരത്തിൽ ഈ ദൈനംദിനമായിട്ട് ഇങ്ങനെയൊക്കെ ലഹരി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ മനോനില തന്നെ മാറിപ്പോവില്ലേ? എന്ത് വിശ്വസിച്ചായിരിക്കും നമ്മളൊക്കെ ഇനി അങ്ങോട്ട് പോകുന്നത്? ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഡബിൾ സൈഡഡ് സ്വാഡ് വാളെന്ന് പറയാം. കാരണം ഇവർ പറയുന്നു ഇവർക്ക് ഉറക്കം വരാതിരിക്കാൻ വേണ്ടിയാണ് ഇത് കഴിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ഇതിന് അടിമപ്പെട്ട് നിൽക്കുമ്പോൾ അവരുടെ കയ്യിലിരിക്കുന്ന ഒരു ജീവനാണ്, അല്ലേ? ആ ജീവനെ നിലനിർത്താൻ വേണ്ടി അനസ്തേഷ്യ ടെക്നീഷ്യൻസ് ആണ് എന്ന് പറയുന്നു. അപ്പോൾ അവരാണ് അനസ്തേഷ്യ കൊടുക്കുന്നത്. കൈയൊന്ന് വരയ്ക്കുകയോ ഒന്ന് മാറുകയോ ചെയ്താൽ ഉറക്കമല്ല അവിടെ പ്രധാനം. നമ്മളുടെ ശരീരം എങ്ങനെ റെസ്പോണ്ട് ചെയ്യണു ആ മുഹൂർത്തത്തിൽ എന്നുള്ളതാണ് പ്രധാനം. ഒന്ന് കയറി അവരിൽ നിന്ന് വരുന്ന ആ ഡോസേജ് ഒന്ന് കൂടിപ്പോയി, ഒരു ജീവൻ അവിടെ പൊലിഞ്ഞില്ലേ? ഇത് നമ്മൾ ആദ്യമായി കേൾക്കുന്ന കാര്യമല്ല. മെഡിക്കൽ സ്റ്റുഡൻസ് പലരും അവിടെ ഈസി ആയിട്ട് കിട്ടുന്ന വസ്തുക്കൾ, അതായത് പല അസുഖങ്ങൾക്കും കൊടുക്കുന്ന മരുന്നുകൾ ഇവരൊരു ലഹരിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ക്യാൻസറിന് ഉപയോഗിക്കുന്ന മരുന്നുകൾ ലഹരി പദാർത്ഥമായിട്ട് ഉപയോഗിച്ചതിന് വകയിൽ കുറച്ച് പേരെ അറസ്റ്റ് ചെയ്ത് 2-3 ദിവസം മുമ്പ് നമ്മൾ അതിൻ്റെ മീഡിയയിൽ നമ്മൾ ന്യൂസ് കണ്ടു. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എവിടെ നിന്ന് ലഹരി കിട്ടും എന്നാണ് നോക്കുന്നത്. ആദ്യം ഈ പറഞ്ഞതുപോലെ പഠിക്കുന്ന സമയത്ത് ഉറക്കം വരാണ്ടിരിക്കാൻ, അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഉറക്കം വരാണ്ടിരിക്കാൻ വേണ്ടിയാണ് കഴിച്ചു തുടങ്ങുന്നത്. പക്ഷെ നമ്മുടെ ശരീരത്തേക്ക് ആ ലഹരി കയറുന്നതോടുകൂടി നമ്മളൊരു രാക്ഷസനോ രാക്ഷസിയോ ആയി മാറുന്നു എന്നുള്ളതാണ് സത്യം. പിന്നെ അത് കഴിച്ചില്ലെങ്കിൽ, ജോലി സമയത്ത് മാത്രമല്ല, ആ കറക്റ്റ് സമയത്ത് ആ ദ്രാവകം നമ്മുടെ ശരീരത്തിൽ ചെന്നില്ല എങ്കിൽ നമ്മൾ വേറൊരു വ്യക്തിയായി പോകുന്നു. നമ്മൾ അടുത്ത് നിൽക്കുന്നവരെ ആക്രമിക്കുന്നു. ഇതൊക്കെ എവിടെയാണ് കേർബ് ചെയ്യേണ്ടത്? കോളേജിലാണോ, വീട്ടിലാണോ, അല്ലെങ്കിൽ സമൂഹത്തിലാണോ? സമൂഹത്തിൽ തന്നെ നമ്മൾ കാണുകയാണെങ്കിൽ അതൊന്ന് പോലീസിന് എത്തിച്ചു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അല്ലാണ്ട് അയ്യോ നമുക്കെന്ത് പറ്റും, അതൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ അവർ ഒരു പേരും പുറത്തേക്ക് വിടുന്നില്ല, ഒരു ഫോൺ നമ്പറും അവർ പുറത്തേക്ക് വിടുന്നില്ല. പോലീസിനെ അറിയിച്ചു കൊടുക്കണ്ടേ? ശരിക്കും പറയുകയാണെങ്കിൽ പോലീസ്, ഞാൻ കൗൺസിലറായിരുന്ന സമയത്ത് ഒരു 500 പോലീസ് എറണാകുളം സിറ്റിയിലുണ്ടെങ്കിൽ പലരും പല ഡ്യൂട്ടിയിലാണ്. ഒന്നാമത് തന്നെ പിണറായി സഖാവ് ഉണ്ടായ സമയത്ത് 50 വണ്ടിയുടെ അകമ്പടിയിലാണ് പോകുന്നത്. ഓരോ സ്ഥലത്തും പോലീസുകൾ കാത്തു നിൽക്കുകയല്ലേ. അതൊക്കെ കഴിഞ്ഞ് 50-70 പോലീസിനെയാണ് ഈ നിയമത്തിൻ്റെ കാര്യങ്ങൾ നോക്കുവാൻ വേണ്ടിയിട്ട് കിട്ടുന്നത്. അത് വെച്ചാണ് ഇത്രയും വലിയൊരു സിറ്റിയെ മാനേജ് ചെയ്യുന്നതെന്ന് അവിടുത്തെ ഓഫീസർമാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ഏതെങ്കിലും സംഭവങ്ങൾ നടക്കുന്നതായിട്ട് അറിഞ്ഞാൽ, നമ്പറുണ്ട്, നാർക്കോട്ടിക് സെൽ ACPയുടെ നമ്പർ ഈസിലി അവൈലബിൾ ആണ്. ഒന്ന് ഗൂഗിളിൽ നോക്കിയാൽ മതി, അതിലേക്ക് അറിയിച്ചു കൊടുക്കുക. ആദ്യം പറഞ്ഞത് വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. രമേശ് ചെന്നിത്തല ആദ്യം തുടങ്ങേണ്ടത് മെഡിക്കൽ പ്രൊഫഷണലിൽ നിന്ന് തന്നെയാണ്, മെഡിക്കൽ കോളേജുകളിൽ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടത്. കാരണം ആ കുട്ടികളാണ് നാളെ ഒരു ഡോക്ടറായിട്ട് വരേണ്ടത്, അല്ലെങ്കിൽ നഴ്സിംഗ് സ്റ്റുഡൻസ്, പാരാമെഡിക്കൽ സ്റ്റാഫിൻ്റെ കുട്ടികളുടെ കോളേജിൽ നിന്നും തുടങ്ങണം. ഇവിടെ എന്തൊക്കെ അവർ ഒളിപ്പിച്ച് വച്ചിരിക്കുന്നത് കണ്ടുപിടിക്കട്ടെ. ഇപ്പം നമ്മൾ ബാക്കിയുള്ള സ്കൂളുകൾക്ക് കൊടുക്കുന്ന പോലത്തെ അവബോധന ക്ലാസ് കോളേജുകളിൽ കൊടുക്കട്ടെ, പ്രൊഫഷണൽ കോളേജിൽ കൊടുക്കട്ടെ. ഇപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിൽ നമുക്ക് അത്രയ്ക്ക് ഇതായിട്ട് പറയേണ്ട ആവശ്യമില്ല. അവരിപ്പോൾ എന്തെങ്കിലും ചെയ്താൽ പാലങ്ങൾ, ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ നേരെ ഇങ്ങനെ വന്ന് നിൽക്കും, ആ ഡിസൈൻ അവർക്ക് വരയ്ക്കാൻ പറ്റില്ല, അത്രയ്ക്കുള്ളൂ. അതുകൊണ്ട് അവർ ജീവിതം നഷ്ടപ്പെട്ടു പോകുന്നില്ല. പാലം കംപ്ലീറ്റ് അതിൽ നിന്ന് വീണ് ചാവുകയാണെങ്കിൽ വേറെ കാര്യം. പക്ഷേ തമാശയ്ക്ക് ഉപരി ഈ മെഡിക്കൽ കോളേജുകളിൽ നടക്കുന്ന, അല്ലെങ്കിൽ മെഡിസിൻ എടുത്ത് കഴിച്ചിട്ട് ആ സമയത്തേക്ക് ഒരു മൊമെൻ്ററി റിലീഫ്, അല്ലെങ്കിൽ മൊമെൻ്ററി ഊർജം കിട്ടുന്ന കാര്യങ്ങൾ ശക്തമായി ഓപ്പറേഷൻ തൂഫാനിൽ ഉൾപ്പെടുത്തണം എന്ന് തന്നെയാണ് പൊതുജനങ്ങൾ എല്ലാവരും കണക്കാക്കുന്നത്. നമ്മൾ പലപ്പോഴും ആശുപത്രികളിൽ ചെല്ലുമ്പോൾ കാണുന്നത് ഏതോ പരലോകത്തിരിക്കുന്ന ഹൗസ് സർജന്മാരെയും, അല്ലെങ്കിൽ ഡോക്ടർമാരെയും, പാരാമെഡിക്കൽ സ്റ്റാഫിനെയും, നഴ്സുമാരെയും കാണും. ഹലോ സാർ എന്നിങ്ങനെ നമുക്ക് കൈ കുപ്പി കാണിച്ച് വിളിക്കാൻ പോലും തോന്നും. അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. കാരണം നമ്മളാണ് ആവശ്യക്കാർ. എന്തെങ്കിലും ഒരു എമർജൻസി ആംബുലൻസിൽ വന്നിരിക്കുകയായിരിക്കും, അവരോട് മോശമായി പെരുമാറുകയാണെങ്കിൽ ആ പേഷ്യൻറ്റിനെ തിരിഞ്ഞു പോലും നോക്കില്ല. ആ തിരിഞ്ഞു നോക്കാതിരിക്കുന്നത് ഓത്തെടുത്ത് വരുന്ന ഡോക്ടർമാരല്ല, അവരുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന രാസവസ്തുക്കളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പല സ്ഥലത്തും നമ്മൾ കാണുന്നുണ്ട്, ഡോക്ടർമാരെ തന്നെ ആക്രമിക്കുന്നുണ്ട്.
ഇല്ലേ? അതാരാക്രമിക്കുന്നു? സാധാരണ ഉള്ള ഒരാൾ ആക്രമിക്കില്ല അല്ലേ? അപ്പോൾ ആക്രമിക്കുന്നതും ഈ രാസലഹരികൾ കഴിച്ചു വരുന്ന ആൾക്കാർ തന്നെയാണ്. ഇതിൻ്റെ പരിസര പ്രദേശങ്ങളിലും രാസലഹരികൾ വിൽക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കണ്ടേ? ആ തീർച്ചയായിട്ടും. വിൽക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ നിർത്തണ്ടേ? മെഡിക്കൽ കോളേജുകളുടെ ഹോസ്റ്റലുകളിൽ ഇത് ഈസിലി അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ട് എന്താ കുഴപ്പം? പേരൻസ് വിൽ ഓൺലി ബി ടു ഹാപ്പി. ശരിക്കും പഠിക്കുന്ന കുട്ടികളും വിൽ ബി ടു ഹാപ്പി. കാരണം രാത്രി ഉറക്കമില്ലാണ്ട് പല ജോലികളും ചെയ്യുന്ന റൂംമേറ്റ്സും സഹപഠിതാക്കളും ഒക്കെ ഇവരുടെ ജീവിതത്തിലൊരു ബുദ്ധിമുട്ട് തന്നെ ആവില്ലേ? ഓപ്പറേഷൻ തൂഫാൻ്റെ ആ ഒരു സ്കോപ്പിലേക്ക് മെഡിക്കൽ കോളേജുകളും നമ്മളുടെ ആശുപത്രികളും അത് അവിടുത്തെ സ്റ്റാഫ് എല്ലാവരും തന്നെ, പ്രത്യേകിച്ചും പോസ്റ്റ്മോർട്ടമൊക്കെ ചെയ്യാമെന്ന് പറയുകയാണെങ്കിൽ അതൊരു എളുപ്പമുള്ള ജോലിയല്ല. ഒരു മനുഷ്യ ശരീരം കീറി മുറിച്ച് ചെയ്യേണ്ട ഒരു ജോലിയാണ്. അതിനൊരു ഇത് തന്നെ വേണം. ആ സമയത്ത് ആ ഡോക്ടർമാർ എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ, കഴിച്ചു എന്നല്ല പറയുന്നത്, കഴിക്കുകയാണെങ്കിൽ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മാറുമോ? പോലീസ് അതിൻ്റെ വസ്തുത, ഇവർ കൊടുക്കുന്ന റിപ്പോർട്ടിൻ്റെ വസ്തുതയിലാണ് അവരൊരു കേസ് ചാർജ് ചെയ്യുന്നതും കേസുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ആ സമയത്ത് ഡോക്ടർമാർ എന്ത് അവസ്ഥയിലാണ്, അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന അറ്റൻഡർമാർ എന്ത് അവസ്ഥയിലാണ്, നഴ്സുമാർ എന്ത് അവസ്ഥയിലാണെന്നും കൂടി നമ്മൾ ചെക്ക് ചെയ്യണ്ടേ? അതോടൊപ്പം തന്നെ പോലീസുകാർ, അതും പറയണം. അവരുടെ ജോലിയും വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. ഒരിക്കൽ ഞാൻ പേര് പറയുന്നില്ല, ഒരു ഓഫീസറുടെ അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉറങ്ങിയിട്ട് ദിവസങ്ങളായി, കണ്ണൊക്കെ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ എന്നോട് അദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥൻ പറയാ, നോക്കൂ മാഡം, എന്തുമാത്രം ബുദ്ധിമുട്ടില്ല, അവർക്കൊരു മണിക്കൂർ പോലും ഫ്രീ ടൈം കിട്ടുന്നില്ല. 24 മണിക്കൂർ 48 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ആ ജോലിയിലും കണ്ണ് തുറന്ന് നിൽക്കണമെങ്കിൽ എന്തെങ്കിലും ഇതുപോലെ കഴിക്കേണ്ടി വരുമോ എന്ന് അല്ല, ഇത് നമുക്കറിയില്ല. എല്ലാ മേഖലയിലും ഉണ്ട്. കാരണം ഒരു സമയത്ത് ഈ IT പ്രൊഫഷണൽസിന്റെ ഇടയിൽ ഇത് ഒരുപാട് കേട്ടിട്ടുണ്ട്. IT ജീവനക്കാരുടെ അവർക്ക് ഭയങ്കര സ്ട്രെസ്സാണ്. സ്ട്രെസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളത്. പിന്നെ കഴിഞ്ഞ ദിവസം നേരം ബാംഗ്ലൂരിൽ നിന്ന് ഒരു പെൺകുട്ടീനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏവിയേഷൻ സ്റ്റുഡന്റ് ആണ്, അവളുടെ കാമുകനാണ് ആദ്യമായിട്ട് ഒരു രാസലഹരി കൊടുക്കുന്നത്, പിന്നീട് അഡിക്റ്റ് ആയി പോയതാണ്. അപ്പൊ അതൊക്കെ ഒരു കണ്ണി, അല്ലെങ്കിൽ ആ കുട്ടിയെ വേറെ എന്തെങ്കിലും കാര്യത്തിന് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് പല പെൺകുട്ടികളെയും ആദ്യമായിട്ട് സെക്സ് റാക്കറ്റ് ഉപയോഗപ്പെടുത്തുന്നത് ADMA പോലുള്ള കാര്യങ്ങൾ കൊടുക്കുമ്പോൾ അവർ വേറെ ഏതോ ലോകത്തേക്ക് പോകുന്നു. പല കുട്ടികളോട് ഞാൻ ചോദിച്ചിട്ട്, മോളെ പറന്നു പോണ പോലെ തോന്നുന്നു ആൻറ്റി, പിന്നെ താഴെ ഭൂമിയിലേക്ക് തന്നെ തകോന്ന് വന്ന് വീഴുക ചെയ്യുന്നേ. പറന്നവരങ്ങ് പോകുന്നില്ല. തിരിച്ച് ഭൂമിയിലേക്ക് വളരെ കഠിനമായിട്ട് വന്ന് വീഴുമ്പോൾ പിന്നെയും പറന്നു പോകാനായിട്ട് അവരിവരുടെ പുറകെ നടക്കുന്നത്. അപ്പോൾ പറയൊന്ന് കിടന്നു കൊടുക്കൂ, ഞങ്ങൾ തരാം. കാരണം ഇവരുടെ മനസ്സും ശരീരവും ഇതിനു വേണ്ടി ക്രേവ് ചെയ്യാണ്. വേണം വേണം വേണം, പിന്നെയും പറക്കണ്ടേ. എന്ത് ചെയ്യാനുമുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് അവരെത്തുകയാണ്. അവർ കൊല്ലാൻ പറഞ്ഞാൽ പോലും, അടിക്കാൻ പറഞ്ഞാൽ പോലും ഇതിനു വേണ്ടി, ഈ രാസലഹരി കിട്ടാൻ വേണ്ടിയിട്ട്, അവരുടെ ശരീരത്തിനെ ഒതുക്കി നിർത്താൻ വേണ്ടിയിട്ട് മറ്റൊരാളെ ആക്രമിക്കാൻ പോലുള്ള മാനസികാവസ്ഥയിലേക്ക് പോലും അവരെത്തുന്നു. ഞാൻ പല കുട്ടികളോടും സംസാരിക്കാൻ, എന്ത് പ്ലഷറാണ് കിട്ടുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് കഴിച്ചാലേ മനസ്സിലാവുള്ളൂ. ഈ ജന്മത്തിൽ ഞാൻ കഴിക്കാനും പോകില്ല, അവരുടെ അവസ്ഥ മനസ്സിലാക്കാനും പോകില്ല. ഇവിടെ തന്നെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ പിണറായി വിജയൻ സർക്കാർ ഇരിക്കുന്ന സമയത്തായിരുന്നു പാലാരിവട്ടത്ത് പോലീസ് ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും ഇവർ തമ്മിലുള്ള പ്രശ്നം ഉണ്ടാവുന്നു. അങ്ങനെ ഈ ഒരു പ്രശ്നത്തിന്റെ ഇടയ്ക്ക് പോലീസ് വരുന്ന സമയത്ത് ഈ കാമുകനെ പിടിച്ചുകൊണ്ട് പോകുന്നവരും പോലീസിനെ നല്ല രീതിയിൽ തെറി പറയുന്ന, അന്ന് വനിതാ പോലീസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ രാത്രിയിലെ പെൺകുട്ടിയെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അങ്ങനെ ആ പെൺകുട്ടി, അത് നല്ല വൈറലായ വീഡിയോ ആയിരുന്നു. അതിനുശേഷം ഈ പെൺകുട്ടി അടുത്ത ദിവസം രാവിലെ പാലാരിവട്ടം പോലീസിലേക്ക് അങ്ങോട്ട് കയറി ചെല്ലുകയാണ്, പോലീസ് സ്റ്റേഷനിലേക്ക്. അവിടെ കയറി ചെന്നിട്ടാണ് അറസ്റ്റ് ചെയ്യുന്നതൊക്കെ. അതിനുശേഷമാണ് ഈ പെൺകുട്ടിയെ മറ്റൊരു ഹോസ്റ്റലിൽ തല്ലി പൊളിക്കുന്ന വീഡിയോ കാണുന്നത്. ഇവിടെ കൊച്ചിയിൽ പഠിക്കാനായിട്ട് വന്നതാണ്. അന്ന് ഈ ഒരു കാര്യം ഭയങ്കര ഒരു ട്രെൻഡിങ് ആയിരുന്നു. ഇതെന്താ പോലീസ് ഇങ്ങനെ നിൽക്കുന്നത്, ഇവിടുത്തെ ആഭ്യന്തരമന്ത്രി എന്താ ഒന്നും അനങ്ങാത്തത്. അടുത്ത ദിവസം ഈ പോലീസ് ഇത്രയും തെറി വിളിച്ചിട്ടുണ്ടായിരുന്ന, ഈ അതിക്രമം കാണിച്ചിട്ടുള്ള ഈ പെൺകുട്ടിയാണ് അടുത്ത ദിവസം പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുന്നത്. അതൊരു എന്നോടൊരു പോലീസ് ഓഫീസർ പറഞ്ഞിട്ടുണ്ട്, ആൺകുട്ടികൾക്ക് പിന്നെയും കുറച്ച് പേടിയുണ്ട്. പോലീസിന് എന്താണ് കാണിക്കണേന്ന് ചോദിച്ചാൽ പെൺകുട്ടികൾ വേഗം തിരിഞ്ഞു നിന്ന് ഇവരുടെ നെയിം ബോർഡും മുഖവും കൂടെ കാണുന്ന പോലെ ഫോട്ടോ എടുക്കും. പിറ്റേ ദിവസം പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അവർക്ക് സദാചാര പോലീസിങ് അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ എന്തിനാണ് ചെയ്തത് എന്നും പറഞ്ഞിട്ട് വരും. ഒരു വനിതാ ഓഫീസർ വളരെ ഡെലിജൻ്റ് ആയിട്ടുള്ള ലേഡിയാണ് കേട്ടോ, എനിക്ക് പറയാൻ കുഴപ്പമൊന്നുമില്ല. ഷഹീന ഷബ്നം എന്ന് പറഞ്ഞ മാഡം പുറകെ ഓടി എല്ലാ കാര്യങ്ങളും ചെയ്യും. മാഡം എന്നോട് പറയും, പത്മജ എനിക്കിപ്പോൾ പകുതി സമയം പോലീസ് സ്റ്റേഷനിൽ ഈ സുപ്പീരിയർ ഓഫീസറിൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യാനേ ഉള്ളൂ. എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം ആ മാഡം എന്തൊക്കെ ചെയ്താലും ഈ
പെൺകുട്ടികളുടെ ഒരു സ്ത്രീ ആയതുകൊണ്ടായിരിക്കാം പെൺകുട്ടികൾ ഇങ്ങനെയുള്ള രാസലഹരിക്ക് അടിമപ്പെടുമ്പോൾ സങ്കടം കൊണ്ടും അല്ലെങ്കിൽ പൗരത്വ ബോധമുള്ള ഒരു ഓഫീസർ എന്ന നിലയിലും വളരെ വളരെ ഡിലിജൻ്റായിട്ട് ഇടപെടുന്ന ഒരു വനിതാ ഓഫീസറാണ്. അങ്ങനെയുള്ള ഓഫീസർമാർ പോലും പറയുന്നു ഞങ്ങളുടെ കൈകൾ ബന്ധനസ്ഥിലാണെന്ന്. മാഡം എന്നോട് പറഞ്ഞ കാര്യമല്ല, പക്ഷെ ഞാൻ വിചാരിക്കുന്നു അങ്ങനെയാണെന്ന്. കാരണം അവർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. സദാചാര പോലീസിങ്, എന്ത് പറഞ്ഞാലും സദാചാര പോലീസിങ്. ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും ചേർന്നിരുന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അൺലെസ് അവർ തമ്മിൽ ഇടി ഉണ്ടായില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർ പുക വലിച്ചുകൊണ്ടിരുന്ന 250 രൂപ കൊടുത്താൽ മതി. കഴിഞ്ഞ ദിവസം വാക്ക് വേയിൽ കൂടെ നടക്കുമ്പോൾ അവർ മോൻ എന്തേ കാണിക്കുന്ന, പോലീസ് വന്ന് ഇതാക്കുന്നു പറഞ്ഞപ്പോൾ ഊതി കടത്തുന്ന പോലില്ല, വലിച്ചുകൊണ്ടിരിക്കുന്നത് കൈ പിടിക്കുന്നു. ഞാൻ വൈ ഡോണ്ട് യു പുട്ട് ഇറ്റ് ഡൗൺ, താഴേക്ക് ഇട്ടാൽ എന്തിനാ? കാരണം അതിൻ്റെ ഉള്ളിൽ വേറെ എന്തോ കാര്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി കുറച്ചും കൂടെ കട്ടി കൂടിയ സിഗരറ്റാണ്. സാധാരണ സിഗരറ്റ് പോലെ സോഫ്റ്റ് അല്ല അതിൻ്റെ സർഫസ്, അതിലെന്തോ കുറച്ച് വീതിയുള്ള പുകയിലയുടെ കഷ്ണങ്ങളൊക്കെയാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ രമേശ് ചെന്നിത്തല ആദ്യം ചെയ്യേണ്ടത് പോലീസിന് കുറച്ചും കൂടി ഒരു ഫ്രീ ഹാൻഡ് കൊടുക്കണം. ഈ ഉടനെ സദാചാര പോലീസിംഗ് എന്നും പറഞ്ഞ് ഫോട്ടോ എടുക്കില്ല. സദാചാരത്തിനെ കുറിച്ചല്ല, അവരെന്തോ ചെയ്യട്ടെ, അവരുടെ ജീവിതമാണ്. അവരെത്രയോ അബോർഷൻ ചെയ്യട്ടെ. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ല, ഇവിടുത്തെ ഗൈനക്കോളജിസ്റ്റുകളൊക്കെ എത്രയോ അബോർഷൻ ചെയ്യട്ടെ, ആ കുട്ടിയുടെ ശരീരം തരിപ്പണമായി പോകട്ടെ. പക്ഷെ പുറത്തിറങ്ങി നടക്കണമെങ്കിൽ ഇങ്ങനെ തോന്നിയവാസത്തിൽ ലഹരിക്ക് അടിമപ്പെട്ട പെൺകുട്ടികളെയും ആൺകുട്ടികളെയും നമുക്ക് അവനെ കയറൂരി വിടാൻ പറ്റില്ല. അച്ഛനമ്മയും പണ്ട് കാര്യമില്ല. വൺസ് ദേ ടേസ്റ്റ് ഇറ്റ് അവർക്ക് കൺട്രോൾ ഇല്ല. അച്ഛനും അമ്മയാണെന്ന് പോലും അവരപ്പോൾ ഓർക്കുന്നില്ല. എന്തെങ്കിലുമൊക്കെ വീട്ടിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാവും. എനിക്കറിയാം, ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അറിയാം. പല കേസുകളും ഞാൻ ഇവിടെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ രമേശ് ഇനി ചെയ്യേണ്ടത് ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ പോലീസിന് കുറച്ചും കൂടെ കൊടുക്കുക. പോലീസിന് ഇപ്പോൾ ഇടി നടന്നാൽ മാത്രമേ ഇടപെടാൻ പറ്റുള്ളൂ. എൻ്റെ കാറ് വരച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ആ വരച്ചുകൊണ്ട് പോണ സമയത്ത് കയ്യിലിരിക്കുന്ന ഷാർപ്പ് ഓബ്ജക്റ്റ് വെച്ച് അയാൾ തിരിഞ്ഞൊന്ന് കുത്തിയിരുന്നെങ്കിലും മരിക്കൊന്നുമില്ല. ഇൻഡസ്ട്രിയിൽ എവിടെയും കയറി എത്രയോ ദിവസം ഞാൻ കോമയിൽ കിടക്കണം, അല്ലെങ്കിൽ എത്രയോ വേദന ഞാൻ സഹിക്കണം. പിന്നെ എനിക്ക് ഈ ജീവിതത്തിലേക്ക് പാരലൈസ്ഡ് അല്ലാണ്ട് തിരിച്ചു വരാൻ പറ്റുമോ എന്നറിയില്ല. അപ്പോൾ പലരും വിചാരിക്കും വൈ ബോദർ, ഇറ്റ്സ് ആഫ്റ്റർ ഓൾ സംബഡീസ് സൺ ഓർ ഡോട്ടർ. അങ്ങനെയല്ല, നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഇപ്പോൾ പറഞ്ഞ പോലെ പെറ്റിൻ്റെ കേസ്, പല പല കാര്യങ്ങൾ നഴ്സിംഗ് സ്റ്റുഡൻസ് തന്നെ അവരുടെ ഫ്രണ്ട്സിന് കൊടുക്കുന്നത്. ബിക്കോസ് ഇറ്റ്സ് ഈസിലി അവൈലബിൾ ഫോർ ദം. ക്യാൻസറിൻ്റെ മരുന്നാണെങ്കിലും പെയിൻ കില്ലേഴ്സ്, അതൊക്കെ ഒരു റിലീഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരു മിനിറ്റ് നേരത്തെ ഒരു ജോഷിൽ നിർത്തും. അപ്പം മെഡിക്കൽ സ്റ്റുഡൻസിനെയും നമ്മൾ ഒന്ന് ഒരു കണ്ണ് വയ്ക്കണം. അവിടെയുള്ള മെഡിക്കൽ സ്റ്റോറിൽ നിൽക്കുന്ന ആൾക്കാരെയും നമ്മളൊന്ന് കണ്ണിൽ വയ്ക്കണം. നമുക്കിവിടെ നമ്മുടെ കുട്ടികളെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. റീബിൽഡിങ് ദ നേഷനാണ് ഇപ്പോൾ അമിത്ഷാജിയുടെ നേതൃത്വത്തിൽ NCORD എന്ന് പറഞ്ഞ വലിയ പ്രോജക്റ്റ് ഇന്ത്യ തലത്തിൽ വരുന്നുണ്ട്. ഒപ്പം തന്നെ ശക്തമായിട്ട് രമേശ് നിൽക്കുന്നുണ്ട്. നമ്മളുടെ കുട്ടികളെ നമുക്ക് വേണം. റീബിൽഡിങ് ദ നേഷൻ എന്നാണ് മോഡിജിയുടെ ഡ്രീം. അതിന് നമുക്ക് യങ് ഹാൻഡ്സ് തന്നെ വേണം.